ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇന്നലെ ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് സിനിമയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് മോർണിംഗ് പോയിട്ട് ദിലീപിൻ്റെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള പവി കെയർ ടേക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. ദിലീപിൻ്റെ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള മൂവീസായ ബാന്ദ്രയും തങ്കമണിയൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബാന്ദ്ര, തങ്കമണി രണ്ട് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് ദിലീപിൻ്റെ പെർഫോമൻസും ആ മൂവിയുടെ ടോട്ടലായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മാത്രമല്ല ഈ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ജി ഗണേഷൊക്കെ കാണാൻ പോയപ്പോഴത്തേക്ക് ആ സിനിമയുടെ ഇൻ്റർവൽ ടൈമിൽ ഈ പവി കെയർടേക്കറിൻ്റെ ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലർ തന്നെ അത്രത്തോളം ആക്ച്വലി ഒരു മൂവിയുടെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു കൗതുകം തോന്നിയിട്ട് ആൾക്കാരെ തിയേറ്ററിലേക്ക് പുള്ളിയാനുള്ളൊരു സാധനമാണ് ഈ ട്രെയിലർ എന്ന് പറയുന്നത്. പവി കെയർടേക്കറിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത്രത്തോളം എൻഗേജിങ് ആയിട്ടുള്ള കാര്യമായ ഒരു സംഭവം ആ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ളൊരു വൈബ് നമുക്കത് നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ അത് കാരണമാണ് ഈ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പവി കെയർടേക്കർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ കൂടിയായിട്ടുള്ള വിനീതാണ്. ഡാൻസ് ഒക്കെ ചെയ്യുന്ന വിനീതല്ല, ദേവദൂതനിലും വടക്കൻ വീരാതയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വിനീതാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ദിലീപിൻ്റെ ഫിൽമോഗ്രഫി ഒന്ന് നമുക്ക് നോക്കാം. ദിലീപ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു കംബാക്കിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഏറ്റവും ലാസ്റ്റ് തിയേറ്ററിക്കൽ ഹിറ്റ് എന്ന് പറയുന്നത് രാമലീലയായിരിക്കും. രാമലീല എന്ന് പറയുന്ന സിനിമ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ദിലീപിൻ്റെ മൊത്തം ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറും കൂടെ ആയിരുന്നു ദിലീപിൻ്റെ അതിലെ രാമനുണ്ണി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു റോളായിരുന്നു അതിലെ രാമനുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. മാത്രമല്ല ഒരുപാട് ഇമോഷൻസ് ആ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കോമഡി ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതല്ല റൊമാൻസ് ആണെങ്കിലും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഇമോഷൻസും ആ ഒരു ഒറ്റ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആസ് ആൻ ആക്ടർ ഓൾസോ ദിലീപ് വളരെയധികം മെച്യൂരിറ്റിയോടെ ഹാൻഡിൽ ചെയ്തൊരു റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിനുശേഷം ദിലീപിൻ്റെ ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ രാമനുണ്ണിന്ന് പിന്നെ ദിലീപ് പുറകോട്ട് തിരിച്ച് തൻ്റെ ആ ഒരു കരിയറിൻ്റെ ഒരു റിവേഴ്സ് ഗ്രാഫിലേക്കാണ് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഈ പവി കെയർടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ ദിലീപിൻ്റെ 2000 കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സിനിമ, ആ ഒരു മീശ മാധവൻ അല്ലെങ്കിൽ CID മൂസ, അതല്ലെങ്കിൽ പറക്കം തളിക, അങ്ങനത്തെ സിനിമകളിലെ ആ ഒരു ദിലീപിലേക്കുള്ള ഒരു തിരിച്ചു പോകാനുള്ളൊരു ശ്രമമായിട്ടാണ് ഈ പവി കെയർടേക്കറിലെ ആ ഒരു റോള്, പവിത്രൻ എന്ന് പറയുന്ന ആ ഒരു റോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ അധികവും സംസാരിക്കേണ്ട ദിലീപിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും. കാരണം ഈ സിനിമയുടെ ഒരു 80% സ്ക്രീൻ ടൈമും യൂസ് ചെയ്തിരിക്കുന്ന ദിലീപിൻ്റെ ആ ഒരു പവിത്രൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അതിൽ പഴയ ദിലീപിൻ്റെ പല സിനിമകളുടെയും റെഫറൻസുകൾ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സീൻസ് റീക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്ക് തോന്നും. എസ്പെഷ്യലി ഇതിലൊരു മരപ്പട്ടിയെ ഓടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സീൻ കാണുമ്പോഴത്തേക്കും നമുക്ക് പറക്കം തളികയിൽ ആ എലിയെ ഓടിക്കുന്ന സീനോ അല്ലെങ്കിൽ CID മൂസയിൽ ഹരിശ്രീ അശോകനെ പിടിക്കാനായിട്ട് കൊച്ചിൻ അനീഫയുടെ വീട്ടിൽ പോകുന്ന ആ ഒരു സീനുമായിട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള മൂവീസിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ബാഗേജ് കാരണം അധികം ദിലീപിൻ്റെ ഒരു തട്ടകമായിട്ടുള്ള ഈ ഡബിൾ മീനിങ് കോമഡി അല്ലെങ്കിൽ കുറച്ച് വൾഗറായിട്ടുള്ള ഈ ഒളിച്ചു കിടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കോമഡി ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരീക്ഷണമൊക്കെ നടത്തിയതുപോലെ എനിക്ക് തോന്നി. സോ ആ ടൈപ്പ് ഓഫ് കോമഡി, നമുക്ക് ആ ഒരു ക്രിഞ്ച് അടിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കോമഡിയുടെ യൂസേജ് ഈ ഒരു സിനിമയിൽ കുറച്ച് അധികം യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. ദിലീപ് സിനിമകളുടെ എക്കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പാട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ദിലീപിൻ്റെ ഈ റീസെൻറ്റ് മൂവീസിലൊന്നും നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആൾക്കാർ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലായിരിക്കും. അതിനുശേഷം നല്ല പാട്ടുകളുള്ള സിനിമയൊന്നും ദിലീപിൻ്റെ വന്നതായിട്ട് എനിക്കറിയില്ല. ഈ സിനിമയുടെ അവസ്ഥയും സെയിം തന്നെയാണ്. ഈ സിനിമയുടെ മ്യൂസിക് ആക്ച്വലി സ്കോറിംഗ് ഒക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നു. ബട്ട് പാട്ടുകളൊന്നും അത്ര നന്നായതായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഓൾസോ ഈ റീസെൻ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മലയാള സിനിമയിൽ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസിൻ്റെ യൂസേജിന് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഒരു NRI, ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരു നായകൻ, യാതൊരു ആക്ഷൻ ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു നായകൻ പൊടുന്നതിന് ഒരു സീനിൽ കയറി ഒരു ഭയങ്കരമായ ഒരു ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കുറച്ചുകൂടെ ലോജിക്കലായിട്ടാണ് ഇന്ന് ആൾക്കാർ സിനിമ കാണുന്നത്. ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉള്ളത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. വളരെ ഫോഴ്സ്ഫുള്ളി ഒരു ഫൈറ്റ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്തതുപോലെ തോന്നി. ടെക്നിക്കലി സിനിമ എടുത്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു മരപ്പട്ടിയെ ചേസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ നല്ലൊരു സീക്വൻസ് ആണ് ആക്ച്വലി. അതിൻ്റെ ആ ഒരു CGI ഒന്നും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊക്കെ വണ്ണമാണ് അതിൻ്റെ CGI ഒക്കെ എടുത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നമുക്കത് ഒരു CGI ആണെന്ന് തോന്നാത്ത രീതിയിൽ ടെക്നിക്കലി അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ എവിടെയൊക്കെ കണ്ടു പറഞ്ഞ പോലെ ആ സീക്വൻസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം അതിൽ
നല്ലൊരു ഫൺ തോന്നാത്തത്. എന്നാൽ പോലും തിയേറ്ററിലിരുന്ന ഒരുപാട് കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുകയും ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നത്തെ കാലത്ത് യുവാക്കൾക്കും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനൊന്നും ആ സീനൊന്നും അത്രയും എൻഗേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും ഇതൊരു മോശം സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത്. ദിലീപ് റീസെൻ്റ്ലി അഭിനയിച്ച ബാന്ദ്രയെക്കാട്ടിയും തങ്കമണിയെക്കാട്ടിയും ഓഫ് കോഴ്സ് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. അറ്റ്ലീസ്റ്റ് ഫാമിലി ആയിട്ട് നമുക്ക് പോയിരുന്ന് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ പോലും കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ലാത്ത ഒരു നടൻ തൻ്റെ ഒരു കംപാക്കിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പറ്റിയ ഒരു മെറ്റീരിയൽ ഉള്ള ഒരു സിനിമയല്ല പവി കെയർടേക്കർ എന്ന് പറയുന്നത്. ദിലീപ് തൻ്റെ കരിയറിൽ ഇന്നത്തെ കാലത്തിലെ ചേഞ്ചസ് ഉൾക്കൊള്ളുന്നതിന് പകരം തൻ്റെ പഴയ കാലത്തെ സിനിമകളിൽ എന്ത് വർക്കായോ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നില്ല അത് വിജയിക്കുമെന്നുള്ളത്. കാരണം ഓരോ കാലത്തും ഓരോ ട്രെൻഡുണ്ട്. അന്നത് വിജയിച്ചു എന്ന് വെച്ചിട്ട് ഇന്നത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇന്നത്തെ ഓഡിയൻസൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. സോ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ദിലീപ് തൻ്റെ കഥാപാത്രങ്ങളെയും സിനിമയും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഇനി ഒരു കംപാക്കിന് ഒരു അവസരം ഉണ്ടാവും എന്നുള്ളത്. കാരണം ദിലീപ് തൻ്റെ ടൈറ്റിലിൽ തന്നെ ജനപ്രിയ നായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു കാലത്ത് ജനങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഇഷ്ട നായകൻ എന്നുള്ള ദിലീപിനെ ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഇന്നത്തെ ആ ഒരു ജനറേഷന് എന്താണോ അവർക്ക് രസിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻ്റ് ആണോ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ ഒരു റിസർച്ച് നടത്തി ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് അങ്ങനത്തെ സിനിമകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ദിലീപ് എന്ന് പറയുന്ന നടന് മലയാള സിനിമയിൽ ഇനി ഇവിടുത്തെ ഓഡിയൻസ് മറ്റൊരു ചാൻസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയുടെ ഓരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ പേരെടുത്ത് പറഞ്ഞ് അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതിന് പകരം ആസ് എ ഹോൾ ഞാൻ ഒരു ദിലീപ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയെ ആസ് എ പ്രൊഡ്യൂസർ ദിലീപാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ദിലീപിൻ്റെ പേരിൽ വരുന്ന ആ ഒരു സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ എന്താണ് ദിലീപ് സിനിമകൾക്ക് ഈ കാലത്ത് പറ്റിക്കൊണ്ടിരിക്കുന്നത്, പവി കെയർടേക്കറിന് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് പറയണമെന്നും കൂടെ എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ വീണ്ടും പറയുകയാണ്, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസും സിറ്റുവേഷൻസും ഈ സിനിമയിലുണ്ട്. ഈവൻ ഈ പെറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീൻസൊക്കെ ഈ സിനിമയിലുണ്ട്. ബട്ട് എന്നാൽ പോലും ഇന്നൊരു സിനിമ ആസ് എ ഹോൾ കാണുന്ന അതൊരു സിനിമ മൊത്തത്തിൽ കാണുന്ന ഒരു ഓഡിയൻസിന് ഈ സിനിമയ്ക്ക് എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. എനിക്കത് അത്രത്തോളം ചില സീക്വൻസുകളും സീൻസും ഒക്കെ വളരെ ഫണ്ണായിട്ട് തോന്നിയെങ്കിലും ആസ് എ ഹോൾ ഈ സിനിമ എൻഗേജിങ് ആയിട്ടോ എൻജോയബിൾ ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ബട്ട് ഓഫ് കോഴ്സ് ഫീൽ ഗുഡ് മൂവീസോ അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എന്നിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള പവി കെയർടേക്കറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.